ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. ഇന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാർഡ് കോർ സീരീസ് ഒന്നുമല്ല. ഹാർഡ് കോർ സീരീസ് ഒക്കെ പോയി. അത് ഒരു ആറാമത്തെ എപ്പിസോഡ് ആയപ്പോഴത്തേന് അയൺ ഫാം ഒക്കെ കൊണ്ടുപോയി. മറ്റേ ഇപ്പം വില്ലേജർ സോംബി എന്നാണ്ട് എൻ്റെ ബ്രീഡേഴ്സിനെ വില്ലേജേഴ്സിനെ എല്ലാത്തിനും സോംബിയാക്കി. അപ്പം ഇനി കൊണ്ടുപോയി ഒരു ക്രീപ്പറും പൊട്ടിത്തെറിച്ച് അതിൻ്റെ ഇടയിൽ വേൾഡ് പോയി ഹാർഡ് കോർ സീരീസ്. അപ്പോൾ നമ്മളെ കൊണ്ട് ഹാർഡ് കോർ കൂട്ടിയാൽ കൂടില്ല. അപ്പോൾ നമ്മളൊരു സർവൈവൽ സീരീസ് തുടങ്ങായിരുത്തി. അപ്പോൾ സർവൈവൽ സീരീസിൽ 15 days ചലഞ്ചാണ് നമ്മൾ വെക്കാനിരുന്നത്. 50 ദിവസത്തിനുള്ളിൽ ഡ്രാഗനെ കൊല്ലുക. അതാണ് ഇപ്പോൾ നമ്മൾ നോക്കണം. ഇതിനെ കൂടെ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും പരമാവധി ശ്രമിച്ചു നോക്കാം. 50 ദിവസത്തിനുള്ളിൽ ഡ്രാഗനെ കൊല്ലുക. പിന്നെ ഇതിൽ എൻ്റെ ചങ്ങായിയും ജോയിൻ ആവുന്നുണ്ട്. ഓന് കുറച്ച് നേരം കഴിയുമ്പോൾ ഓന് ജോയിനായി വരും. നമ്മൾ രണ്ടാളും കൂടിയാണ് ഇത് കൊണ്ടുപോകാൻ കരുതുന്നത്. പിന്നെ ഓൻക്കൊണ്ടൊരു ചാനൽ പിക്സൽ ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ ഓൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് ചാനലാണ്. വൈസ് നമ്മളിപ്പോൾ വില്ലേജ് തേടി പോകാൻ നിൽക്കുന്നത്. കാരണം ഫസ്റ്റ് ഞാൻ സാധാരണ ഇതിൽ പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരു വില്ലേജ് കണ്ടുപിടിച്ചതാണ്. ഇതിന് റിസ്ക് ഇല്ലാത്ത ഒരു പരിപാടിയാവുന്ന നമ്മളെ സ്റ്റാർട്ടിങ് തന്നെ. അപ്പോൾ എങ്ങനെയും കഴിഞ്ഞതിൽ പറഞ്ഞാൽ ഹാർഡ് കോറിൽ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു വില്ലേജ് കിട്ടി. ഒന്ന് അങ്ങോട്ട് പോയപ്പോൾ തന്നെ വില്ലേജ് കിട്ടി. അതേപോലെ തന്നെ കിട്ടുന്ന കരുതുക വില്ലേജ് മാത്രമേ ഡെഡ് വില്ലേജ് ആയാലും കുഴപ്പമില്ല, ഫുഡിലും ഒപ്പിച്ചാലോ. അപ്പോൾ നമുക്ക് ഇനി അത് നോക്കാം. പിന്നെ ആദ്യം ഇതിൽ പറഞ്ഞാൽ ഇനി രാത്രി ആവുന്നതിന് മുമ്പ് എന്തായാലും ഒരു വില്ലേജ് കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ ചത്തുകൊണ്ടിരിക്കണം, ചത്തുകാണ്ട് പകലാക്കണം. നമുക്ക് നോക്കാം. രണ്ടര ഡിസ്റ്റൻസ് കൂട്ടി 2 പേരും മിക്കവാറും ഇതാക്കാം. ഞാൻ ഇപ്പോൾ 5 ഇട്ടുന്നത്. രണ്ടര ഡിസ്റ്റൻസ് മൊബൈൽ ഭയങ്കര ലാഗാണ്. ഈ ജീപ്പിനൊന്നും വലിയ ഞാൻ അഥവാ പാഞ്ഞ് ഹെൽത്ത് ഫുഡിൻ്റെ ഇത് കുറയുകയാണെങ്കിൽ അതേലും ചാവത്ത് എങ്ങനെയാലും ഇപ്പോൾ ഒരു വില്ലേജ് കണ്ടുപിടിച്ചാൽ എന്തായാലും ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിന് അവിടെ നിന്നാണെങ്കിൽ കൊള്ളാം. രണ്ടര ഡിസ്റ്റൻസ് കൂട്ടി 2 പേരും തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒന്നും കാണില്ല. എട്ടെന്താണ് വന്നേ അടുത്തിട്ടുണ്ട്. 8 ഊഹനൊക്കെ കൂട്ടിട്ടുണ്ടായിരുന്നു. ഇതൊന്നും കാണില്ല. ഇത് മൊത്തം ഒരു ഐലൻഡാണ്. ചുറ്റമൊന്നും കാണില്ല. വേറെ ഭയമൊന്നും ഈ അടുത്തുണ്ടാവില്ല. കുറേ പോകേണ്ടി വരും. ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഒരു ഇത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ സെറ്റാകും. അവിടെ ആക്കണം. അവിടെ ഒരു ഐലൻഡ് കാണുന്നുണ്ട്. ബാക്കിലൊന്നും ഫ്രണ്ടിലായിട്ടൊന്നും ഉണ്ട്. ഒന്ന് ചെങ്ക് ഡിസ്റ്റൻസ് കൂട്ടിയിട്ട് നോക്കാം. വസ്തുക്ക് 13 കണ്ടോ. 17 മെസ്സേജ് കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. വല്ലതും ഉണ്ടെങ്കിൽ റാത്തായി ആക്കണം. ആ കാണുന്ന വില്ലേജാണ് മുത്തേ ലാഭം. എന്താ പറയുക, ലെക്ക് തന്നെ പറയാം. എല്ലാത്തിനും നമുക്കൊരു ലെക്ക് ഉണ്ടാവുമല്ലോ. ഒരു ലോട്ടറി കേട്ട പോയാണ്ട് അടിച്ചു വെക്കുക. കുറച്ചിട്ടാ തിരിച്ചത്. അതേപോലെ തന്നെ ഫസ്റ്റ് തന്നെ ഒരു അയൺ ഫാം ഉണ്ടാക്കണം. എന്നിട്ട് അയൺ ഒപ്പിച്ച് ആ അയൺ ഫാമിലുള്ള വില്ലേജസിനെ കൊണ്ട് തന്നെ നമുക്ക് ട്രേഡ് ചെയ്യും വേണം. പിന്നെ അതിനുള്ളത് ഇവിടെ ഡെഡ് വില്ലേജ് ഒന്നും അല്ലാന്ന് തോന്നണേ. അല്ലേക്കും അല്ലല്ല ഇതിൽ ബുക്ക് ഷെൽഫേക്ക് ഉണ്ടാവുക. കാരണം ഇങ്ങനത്തെ പേരിലൊക്കെ തന്നെ നല്ലൊരു വില്ലേജാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് തോന്നുന്നു. ഇത് ഈ ബെഡ് എന്തായാലും കജ്ജി പിടിച്ചാൽ വേറെ ബെഡ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ ഈ വരിയിൽ ഒരു സാധനം കണ്ടു. അപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചു തരുതി കണ്ടോ. ഫസ്റ്റ് താഴെ പിന്നെ അയൻ്റെ ഒരു പിക്കാക്സും കിട്ടി. ഒബ്സീഡിയനും ഉണ്ട്. ഒബ്സീഡിയനും ഉണ്ട് 6 ഗ്രൈൻഡ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ലെഗിൻസാണ് കിട്ടി. അതേപോലത്തെ ഒരു വേറൊരു പേര് ഇവിടെ ഉണ്ടല്ലോ. ഇതിലുണ്ടാവില്ലേ അപ്പോൾ എന്തെങ്കിലും കയറ്റി ഇതിൽ ചെസ്റ്റ് കണ്ടാവേണ്ടതാണ്. അങ്ങനത്തെ ഒരു ഇതാണെങ്കിൽ അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് മൈനി അതിനെ ഫസ്റ്റിൽ ഡയമണ്ട് കിട്ടിക്കണം. നമ്മൾ ഡയമണ്ട് എന്തായാലും ഇപ്പോൾ കജ്ജിക്ക് എടുക്കണില്ല. അതൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ. ഡയമണ്ടൊക്കെ പിക്കാക്സ് ആയിട്ട് തന്നെ നിൽക്കട്ടെ. കയ്യിലൊന്നും ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്കിനി വേണ്ടത് ഇനി പറഞ്ഞാൽ ഒരു ഇതാണ്. ഒരു കോബിൾ സ്റ്റോൺ ഫാം വേണം. ചെറിയൊരു കോബിൾ സ്റ്റോൺ ഫാം വേണം. എന്നാൽ കുറച്ചുകൂടി എളുപ്പമാക്കും. ഒരു ബക്കറ്റും വേണം ഇതിന് ആദ്യം. ഈ ലെഗിൻസ് ഇതിൽ വെക്കുക. ലെഗിൻസ് ഓൾറെഡി കയ്യിലുണ്ടല്ലോ. ഇതിവിടെ തന്നെ വന്നപ്പോൾ തൊക്കണം. ഇവിടെ കണ്ടോ ഇത് കൊടുക്കുക. ഫുഡിനില്ലതാവും.
അതേ തിന്നാൽ ഈ ചാവുപാട്ടിന് നടന്ന് ചാവേണ്ടി വരും. ഇത് കൊടുക്കാം. വല്ല ഇതും കിട്ടിയാൽ മതിയേനു, എന്താ ക്യാരറ്റോ എന്തെങ്കിലും വീറ്റ് കിട്ടിയാൽ അതാകണം. അതാകണം എടുത്താൽ എടുക്കുന്നുണ്ട്. എങ്ങനെയല്ല പോയി എടുക്കുക, മാറിക്കവിടെ നിന്ന് അത്ര ഉള്ളു. എടുക്കുക പെട്ടെന്ന്. മറ്റു അപ്പുറത്തത് ഇതെന്താ ക്യാരറ്റാ? അല്ല വീറ്റ്. ക്യാരറ്റ് ഇവിടുന്ന് കിട്ടൂല ഒന്ന്. ഈ വരിൽ ജസ്റ്റ് ഉണ്ടോ? ഇല്ല, ചോന്നില്ല. ഈ ഇവിടുത്തെ വരിയിലൊന്നും. ഇതൊക്കെ ചെറിയ വരകളല്ലേ. നമുക്ക് എന്തായാലും ഫസ്റ്റത്തെ വുഡ് മൈൻ ചെയ്യാം. ഇവിടുന്ന് ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും ഉണ്ടാക്കണം. പെട്ടെന്നൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് പിക്കാക്സ് നമ്മളെ കയ്യിലുണ്ട്. കാര്യമായിട്ട് ഇപ്പോൾ വേണ്ട നമുക്ക് ഒരു പിക്കാക്സാണ്. എന്തായാലും ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി കഞ്ചി പിടിച്ചണം. പിന്നെ ഒരു ബോട്ട് ഉണ്ടാക്കണം. ഓലൊക്കെ അയൺ ഫാം ഉണ്ടാക്കാനൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചണം. അത് ഉണ്ടാക്കിയിട്ട് കറക്റ്റ് ഇതാക്കിയാണ്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചണം. ഇവിടെ ഉണ്ടാക്കണേ ഈ വില്ലേജിൽ തന്നെ അവിടെ ഏതെങ്കിലും ഒരു മൂലൊക്കെ ഉണ്ടാക്കാനൊക്കെ കരുതുന്നത്. നമുക്ക് ഫസ്റ്റത്തെ ഇതാണ് ക്രാഫ്റ്റ് ചെയ്തിരിക്കണേ, ക്രാഫ്റ്റിംഗ് ടേബിള്. ഇവിടെ നിന്ന് പോവാം, മേലേക്ക് തന്നെ കയറാം. അപ്പോൾ നമ്മൾ മേലേക്ക് തന്നെ എത്തിന്. ഞാൻ ഇനി ഒന്ന് കടക്കാം, കാരണം രാത്രി വരുന്നുണ്ട്. സോംബീസ് ഇറങ്ങി ഈ വില്ലേജസിനൊക്കെ കൊല്ലുമല്ലേ, നമുക്ക് എല്ലും പോവും. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഒരു ബോട്ട് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ കരുതുന്ന കാരണം ഓൻ ജോയിൻ ആയിരിക്കണം, ചെങ്ങായി ഇപ്പോൾ ജോയിൻ ആയിരിക്കണേ. ഇപ്പോൾ സ്പോൺ ഏരിയയിലേ ഓനിക്കിപ്പോൾ സ്ഥലം കാണിച്ചു കൊടുക്കണം. ഞാൻ ഇങ്ങോട്ട് വരാനല്ലേ വയ്യ കാണിച്ചു കൊടുക്കട്ടെ. കോർഡിനേറ്റ്സ് ഒന്നും ഓണാക്കിയിട്ടില്ല, അതൊക്കെ ഒന്ന് ഓണാക്കിയിടും വേണം. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ അതും എനിക്ക് ഞാൻ കാണിച്ചു കൊടുത്തുക്കണു. പിന്നെ നമുക്കിനി ഒരു ഇതുണ്ടാക്കണം, ബക്കറ്റ്. കാരണം ലാവി എടുക്കണം, അതേപോലെ തന്നെ വെള്ളം എടുക്കണം, അതേപോലെ ബക്കറ്റൊക്കെ ആക്കിയിട്ട്. എന്നിട്ടൊരു കോബിൾ സ്റ്റോൺ ഫാം ഉണ്ടാക്കാം. അധികം മൈനിങ്ങിന് പോകണ്ടില്ല, ഫസ്റ്റ് തന്നെ പോയി ചാവാനും വലിയ പൂതിയില്ല. ഇതാ നമ്മളിപ്പോൾ ഫസ്റ്റത്തെ തരുന്നത്, അതായത് ഇവിടെ വെള്ളം ഒഴിച്ചാണ്ട് ഇതൊറ്റെത്തും. എന്നിട്ട് ആ തലയ്ക്ക് കുറച്ച് ഒരു ബക്കറ്റ് ലാവി ഒഴിച്ചാൽ ആ ലാവിയും വെള്ളം കൂട്ടി മുട്ടിനടുത്ത് കോബിൾ സ്റ്റോൺ സ്പോണാവും. അത് നോക്കാം, അങ്ങനെ തന്നെ തോന്നുന്നു. നമുക്ക് അതൊക്കെ കറക്റ്റ് തന്നെ. അപ്പോൾ മൈനി ചെയ്യുമ്പോൾ കൈ കിട്ടും. ഇല്ല, അതിൽ ലാവി പോയാലോ എന്താ കേട്ടോ കിട്ടുമോ? അപ്പോൾ കിട്ടി. അപ്പോൾ ഇവിടെ ഇവിടെ നിന്നാണ്ട് മൈൻ ചെയ്താൽ മതി. ഇതിങ്ങനൊന്നും അല്ല, പെട്ടെന്ന് അധികം ഒന്നും ലാവിക്കാതെ പെട്ടെന്ന് സ്പോണൊക്കെ ചെയ്യും. അതവിടെ കത്തിപ്പിടിച്ചുകൊണ്ട് കത്തിപ്പിടിച്ചിട്ടേ കുഴപ്പമില്ല, നമ്മളെല്ലാം വരാം. ഇത് കുറച്ചെണ്ണം മൈൻ ചെയ്തിട്ട് ഞാൻ കുറച്ച് സ്റ്റാക്ക് ഉണ്ടാക്കട്ടെ കോബിൾ സ്റ്റോൺ. അതിൻ്റെ ഇടയിൽ ഞാൻ ചത്തു. ഈ ചെങ്ങായിനൊക്കെ കൊന്നു, റിവെഞ്ച് തീർക്കണം പറഞ്ഞിട്ട് കൊന്നതാ. ഒക്കെ തീർച്ചു പോയി. അതൊക്കെ ഒന്ന് തിരിച്ച് തിട്ടാണ്ട് അടുത്ത പരിപാടി ആക്കട്ടെ. 5 കോബിൾ സ്റ്റോണൊക്കെ പോരാ. ഇവിടെ ഇത് ബെഡ് എടുത്ത് വരി പിടിച്ചു. ഇല്ല, ഇവിടെ ഉണ്ട് ക്രാഫ്റ്റിംഗ് ടേബിളും കോബിൾ സ്റ്റോണും. ഇനി ഇതോടെയുണ്ട് ഇതാക്കാം. കുറച്ചുകൂടി മൈൻ ചെയ്തിട്ട് കുറച്ചുകൂടി ഒപ്പിച്ചട്ടെ. മറ്റേ അയൺ ഫാം ഉണ്ടാക്കാൻ കുറച്ചും കൂടി എളുപ്പമാവും. കുറച്ചുകൂടി എളുപ്പമാവും. അപ്പോൾ ഞാനിനി അതുകൂടി കാണിച്ചു തരാം. ഇതാണ്ട് ഇവിടെ ഇതാക്കിയാണ്ട് കട്ട് ചെയ്താണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിതാക്കണം ഇവിടെ ഇതാക്കി ഇത്ര ആക്കി വെച്ചിരിക്കണം. അവിടെയാണ് നമ്മൾ എന്താക്കണേ വില്ലേജേഴ്സിനെ കൊടുത്തിട്ടുണ്ടായി. നമുക്ക് ഇതാക്കണം വില്ലേജേഴ്സിന് ബോട്ട് ഉണ്ടാക്കിയാണ്ട് അതിൽ ഇതാക്കണം ബോട്ട് കിരുത്തി വെച്ചിരിക്കണം. മറ്റവന് അവിടെയുണ്ട്. അതാക്കണം അവിടെ ഞാൻ ബോട്ട് വെച്ചെടുക്കട്ടെ. നമ്മളിപ്പോൾ ഒന്നിനിപ്പോൾ ട്രാപ്പ് ചെയ്തിരിക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു വില്ലേജർ ഉണ്ട്. ഇനിയിപ്പോൾ രാത്രി വരുന്നുണ്ട് സോംബി ഒന്നും കൊണ്ടാക്കാനേ. അപ്പം ഒന്നിനും കൂടി ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ഒരുത്തം കയറുന്ന കണ്ടിനു ഉണ്ടോ ഇപ്പോഴും ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ അവിടെ തന്നെ നിൽക്കട്ടെ. പകലാക്കിയിട്ട് ഓനെടുക്കാം. അവനൊന്ന് പകലാക്കട്ടെ. അങ്ങനെ ആ 2 എണ്ണത്തിന് ഇത് കൂടെ ഇങ്ങോട്ട് കൊടുക്കണം. ഇനി ഇവിടെ നിന്നാണ് ഇതിൻ്റെ മുകൾക്ക് ഒരു ലൈനും കൂടി പൊന്തിച്ചാണ്ട് ഇവിടെ ഉണ്ടാക്കുന്നതെന്നാണ് കരുതുന്നത്. ഇവിടെ തന്നെ സ്പോണായാൽ മതി, വേറെ എവിടെയെങ്കിലും സ്പോണായാൽ മൂഞ്ചി. പിന്നെ ആദ്യം ഒന്നും ഉണ്ടാക്കിയിട്ടൊക്കെ വേണ്ടി വരും. ഇത് ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇവലെ വർക്ക് സ്റ്റേഷനൊക്കെ ഇതിൻ്റെ അടിയിൽ തന്നെ ഇങ്ങനെ വെക്കുക. അടിയിൽ ബെഡ് ഉണ്ട്. ഇതിൽ ഏറ്റവും അടിയിൽ ബെഡാണ്. 30 ബെഡ് ഉണ്ട്. നമ്മൾ 30 വില്ലേജസിന് ബ്രീഡ് ചെയ്യിപ്പിച്ചാൽ കരുതുന്നത്.